ഏതെങ്കിലും തരത്തിൽ ബിജെപിയുമായിട്ട് സംഘം ചേരുന്നു എന്നുള്ള തരത്തിലുള്ള വിമർശനം, രാഷ്ട്രീയ വിമർശനം ഞങ്ങൾ 2020 മുതൽ 2020 ഒരു ധവളപത്രം ഇറക്കി, 2022 ഒരു ധവളപത്രം ഇറക്കി. ഈ രണ്ട് ധവളപത്രത്തിലും ഇന്ന് കേരളത്തിൽ ഉണ്ടായിരിക്കുന്ന ഈ ധനപ്രതിസന്ധിയെക്കുറിച്ച് മുൻകൂട്ടി പ്രവചിച്ചതാണ്. ആ രണ്ട് ധവളപത്രത്തിലും പറഞ്ഞ കാരണങ്ങളാണ് ഈ ധനപ്രതിസന്ധിയുടെ പ്രധാനപ്പെട്ട കാരണങ്ങൾ. കേന്ദ്രത്തിലെ ധനകാര്യ കമ്മീഷൻ മാറിക്കഴിഞ്ഞപ്പോൾ കേരളത്തിലേക്കുള്ള വിഹിതം കുറഞ്ഞത് അത് ഞങ്ങൾ ശക്തിയായി എതിർക്കും. അതൊരു കാരണം മാത്രമാണ്, ഒരു കാരണം മാത്രമാണ്. ഒരുപാട് കാരണങ്ങളിൽ ഒരു കാരണം മാത്രമാണ്. പ്രധാനപ്പെട്ട കാരണം സർക്കാരിന്റെ അഴിമതി, കെടുകാര്യസ്ഥത, ധൂർത്ത്, നികുതി ഭരണ സംവിധാനത്തിലുണ്ടായ ദയനീയമായ പരാജയം. 30,000 കോടി രൂപ IGSTയിൽ നിന്ന് കിട്ടാനുണ്ട്, ഡൽഹിയിൽ നിന്ന്. അത് മേടിക്കാൻ ഉള്ള ഡോക്യുമെന്റ് കൊടുക്കാൻ ഉള്ള കഴിവില്ലാത്തൊരു ഗവൺമെന്റാണ് ഇത്. അത് മേടിക്കാൻ പ്രോപ്പറായിട്ടുള്ള ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്താൽ, റിട്ടേൺ കളക്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്താൽ 30,000 കോടി രൂപയാണ് ഇവർ നഷ്ടപ്പെടുത്തിയത്. 5 കൊല്ലം കൊണ്ട് നഷ്ടപ്പെടുത്തിയത് 30,000 കോടി രൂപ. നികുതി പിരിവില്ല, സ്വർണത്തിൽ നിന്ന് നികുതി പിരിവില്ല, ബാറിൽ നിന്ന് നികുതി പിരിവില്ല. കേരളം നികുതി വെട്ടിപ്പുകാരുടെ പറുദീസയാക്കി മാറ്റി. നികുതി ഭരണം എന്ന് പറയുന്ന ഒരു സംവിധാനമില്ല. ദയനീയമായ പരാജയമാണ് സർക്കാർ. എന്തിനാ ബജറ്റ് ഇറങ്ങണത്? ഇവര് ബജറ്റ് കൊണ്ടുവന്നിട്ട് ഒരു കാര്യമില്ല. കാരണം ബജറ്റിന് ഒരു വിശ്വാസ്യതയില്ല. 1 ലക്ഷം രൂപയ്ക്ക് മീതെ ഒരു ചെക്ക് പാസ്സാവില്ല. പുല്ല് വെട്ടിയതിന്റെ കാശ് കൊടുക്കാനില്ല പഞ്ചായത്തിൽ. ഒരു ഓടമെടുത്താൽ കാശ് കൊടുക്കാൻ ട്രഷറിയിലില്ല. ട്രഷറി താഴിട്ട് പൂട്ടിയിട്ട് താക്കോലുമായിട്ട് ഇവര് നടക്കുന്നത്. അപ്പൊ ഇവരുണ്ടാക്കിയ കുഴപ്പമാണ് 10,000 കോടി രൂപയുടെ. KSRTC, വൈദ്യുതി ബോർഡ്, സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ, കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ്, ആരോഗ്യരംഗം, വിദ്യാഭ്യാസ രംഗം എല്ലാം തകർന്നു തരിപ്പണമായി. എന്നിട്ട് ഈ കഴിവുകേടും കെടുകാര്യസ്ഥതയും മറച്ചുവെക്കാൻ വേണ്ടി ഈ ഇലക്ഷൻ എടുക്കുമ്പോൾ ഡൽഹി പോയി സമരം ചെയ്ത അതിന്റെ പുറകെ പോകാൻ വേറെ ആളെ നോക്കിയാൽ മതി. ഞങ്ങളുണ്ടാവില്ല. ഞങ്ങൾ പറഞ്ഞല്ലോ, അത് കേരളത്തിലെ MPമാർ, UDF MPമാർ കേന്ദ്ര ധനകാര്യ മന്ത്രിയെ കൊണ്ട് കൊടുത്തു. പിന്നെ കേരള ഗവൺമെന്റ് ഒരു വൈറ്റ് പേപ്പർ ഇറക്കട്ടെ. അവർ കണക്ക് കൊടുത്തിട്ടും കേന്ദ്ര ഗവൺമെന്റ് പൈസ തരാത്ത കേസുകൾ. ഇവിടെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കണം, ഓഡിറ്റ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കണം. ഇതെല്ലാം കൊടുത്താലാണ് കേന്ദ്രത്തിൽ നിന്നുള്ള വിഹിതം കിട്ടുന്നത്. അത് കൊടുത്തിട്ടും കേന്ദ്രം തരാത്ത, പണം തരാത്ത കേസ് ഏതൊക്കെയാണെന്ന് സർക്കാർ പറഞ്ഞാൽ അതിന്റെ കൂടെ ഞങ്ങൾ നിൽക്കും, ഞങ്ങളുടെ MPമാർ നിൽക്കും. അതൊന്നുമില്ല, അവ്യക്തതയാണ്. തൃശ്ശൂരിലെ സഖ്യം വളരെ ക്ലിയർ അല്ലേ? കരുവന്നൂർ ബാങ്കിലെ ED അന്വേഷിക്കുന്നു, മാസപ്പടി ED അന്വേഷിക്കുന്നു. അവസാനം അവിടെ CPM-ഉം BJP-യും തമ്മിൽ സെറ്റിൽമെന്റ് ആവും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായ പോലെ കോൺഗ്രസ് BJP-യും തമ്മിൽ പാർലമെന്റ് ഇലക്ഷനിൽ സെറ്റിൽമെന്റ് ഉണ്ടാവുമെന്ന് വല്ല വിഡ്ഢികൾ മാത്രമേ പറയുള്ളൂ. കാരണം കോൺഗ്രസിന്റെ ഓരോ സീറ്റും കുറയ്ക്കാൻ BJP ദേശീയ തലത്തിൽ ശ്രമിക്കുകയാണ്. കോൺഗ്രസിന്റെ സീറ്റുകളുടെ എണ്ണം കുറയ്ക്കാൻ. അപ്പൊ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ സീറ്റുകൾ കിട്ടാൻ സാധ്യതയുള്ള, അതായത് ഉള്ള സീറ്റുകളിൽ ഏറ്റവും കൂടുതൽ കോൺഗ്രസ് എണ്ണം ജയിച്ചു വരാൻ സാധ്യതയുള്ള സംസ്ഥാനത്ത് BJP ഞങ്ങളുമായിട്ട് കൂട്ടുകൂടുമെന്ന് പറഞ്ഞാൽ അതൊക്കെ ഇവർക്ക് പറയാനൊന്നും ഇല്ലാത്തതുകൊണ്ട് പറയുന്ന. ഇവരുടെ രണ്ടുപേരുടെ ലക്ഷ്യം ഒന്നാണ്. CPM-ന്റെ ലക്ഷ്യം കോൺഗ്രസ് വിരുദ്ധത, കൂടുതൽ സീറ്റ് മേടിക്കണം കോൺഗ്രസിനെ തോൽപ്പിച്ച്. BJP-യുടെ ലക്ഷ്യം കോൺഗ്രസ് മുക്ത ഭാരതം. ഇത് രണ്ടും തമ്മിലാണ് കൂടി യോജിക്കുന്നത്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കേസാണ്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസ്, ലൈഫ് മിഷൻ, മാസപ്പടി, ഇതൊക്കെ സെറ്റിൽമെന്റാണ്. SNC ലാവലിൽ പകരം തിരിച്ച് കുഴൽപ്പണ കേസിൽ സുരേന്ദ്രനെ കേസിൽ പ്രതിയാകാതെ സംരക്ഷിച്ചു കൊടുത്തു. അവര് തമ്മിൽ ധാരണയാണ്. ഞങ്ങൾ ഇഷ്ടംപോലെ സമരം ചെയ്തിട്ടുണ്ടല്ലോ. ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഞങ്ങൾ സമരം ചെയ്യുന്നുണ്ട്. ഇപ്പോ ഈ കാര്യം പറഞ്ഞ് സമരം ചെയ്യാൻ പോകുന്നില്ല. പാർലമെന്റിൽ ആവശ്യമുള്ള കാര്യങ്ങൾ ഉന്നയിക്കും. കാരണം ഇപ്പോൾ ഈ സർക്കാരിന്റെ നറേറ്റീവ് അവര് കാണിച്ചു വെച്ച എല്ലാ വൃത്തികേടുകൾക്കും കേന്ദ്ര അവഗണന എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ശ്രമമാണ്. അതിന് ഞങ്ങൾ എന്തിനാ കൂട്ടുവെക്കുന്നത്? ഞങ്ങളത് നവകേരള സദസ്സ് തുടങ്ങിയപ്പോൾ ഞങ്ങൾ പറഞ്ഞതല്ലേ, കേരളത്തെ മുടിപ്പിച്ചതാണ് ഈ സർക്കാർ. അതിനുത്തരം അവര് പറയട്ടെ. അല്ല, ചുവരെഴുത്തൊക്കെ ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് വന്നിരിക്കുന്നത്. സ്ഥാനാർത്ഥിയുടെ ഒന്നും പേര് എഴുതില്ല. പഴയ മച്ചത് സ്ഥാനാർത്ഥി ഔദ്യോഗികമായി പാർട്ടി തീരുമാനിക്കും. പാർട്ടി തീരുമാനിക്കുമ്പോൾ വരും. ഇത്രയും പ്രധാനമന്ത്രി ഇടപെടാൻ പാടില്ല.
പ്രധാനമന്ത്രി ഇടപെടാൻ പാടില്ല, സംസ്ഥാനങ്ങളിലേക്കുള്ള വിഹിതം വർദ്ധിപ്പിക്കണം. നമുക്കിപ്പോ കുറഞ്ഞിരിക്കുന്നത് 2011 സെൻസസ് കണക്കാക്കിയിട്ടാണ്. അപ്പൊ ജനസംഖ്യാ നിയന്ത്രണം ഉണ്ടാക്കിയ സംസ്ഥാനമാണ് കേരളം. അതിന്റെ പേരിൽ നമ്മുടെ വിഹിതം കുറയാൻ പാടില്ല. ഞങ്ങളുടെ സ്റ്റാൻഡേർഡാണ്. ജനസംഖ്യാ നിയന്ത്രണം ഏർപ്പെടുത്തിയ സംസ്ഥാനമാണ് കേരളം. അപ്പൊ ജനസംഖ്യാ അടിസ്ഥാനത്തിൽ നികുതി വിഹിതം കൊടുക്കുമ്പോൾ അത് കൊടുക്കാൻ പാടില്ല. അപ്പൊ അതിനെ ശിക്ഷിക്കരുത്. ജനസംഖ്യാ നിയന്ത്രണം ഉണ്ടാക്കിയതിന്റെ പേരിൽ സംസ്ഥാനത്തെ ശിക്ഷിക്കരുത്. ഈ കാര്യങ്ങൾ ഞങ്ങൾ നിവേദനമായി കേരളത്തിലെ എംപിമാരെല്ലാവരും നേരിട്ട് എന്ന് കണ്ട് കേന്ദ്ര ധനകാര്യമന്ത്രിയെ കണ്ടിട്ടുണ്ട്. ഇനിയിപ്പോ പുതിയ ഫിനാൻസ് കമ്മീഷനെ ഞങ്ങൾ കാണും. കേരളത്തിലെ പ്രതിപക്ഷം പുതിയ ഫിനാൻസ് കമ്മീഷനെ കാണും. അല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇനി അത് നിർദ്ദേശം ലംഘിച്ച് ആരെങ്കിലും ചെയ്താൽ അത് നടപടിയെടുക്കുന്ന കാര്യം പാർട്ടി ആലോചിക്കും.